ആശങ്ക നിറഞ്ഞ വിവരങ്ങൾ തന്നെയാണ് അവിടെ നിന്നും പങ്കുവെക്കാനുള്ളത്. എന്തായാലും നനച്ചിരിക്കാതെ വന്നു ഭവിച്ച ഈ മഹാദുരന്തത്തിൻ്റെ വൻ അപകടത്തിൻ്റെ കാരണങ്ങൾ തേടുകയാണ് രാജ്യവും ലോകവും. എന്തായിരിക്കും ആ ഡ്രീം ലൈനർ വിമാനത്തിന് സംഭവിച്ചിട്ടുണ്ടാവുക? ഈ മേഖലയിലെ വിദഗ്ധരായ പരിചയസമ്പന്നരായ ആളുകൾ ഇപ്പോൾ മീഡിയ വണ്ണിൽ ഈ തത്സമയം പ്രതികരിക്കാൻ ചേരുകയാണ്. റിട്ടയേർഡ് എയർ ട്രാഫിക് കൺട്രോളർ GM നായർ, ഒപ്പം പൈലറ്റായ മുഹമ്മദ് ഷരീഫ്, ഏവിയേഷൻ വിദഗ്ധൻ OV മാക്സിസ് എന്നിവരാണ് നമ്മുടെ ഒപ്പം ചേരുന്നത്. ആദ്യം ശ്രീ GM നായർ, ഇതുവരെ ഈ അപകടം കഴിഞ്ഞിപ്പോൾ 24 മണിക്കൂറും പിന്നിടുകയാണ്. ആ ബ്ലാക്ക് ബോക്സ് നമുക്കിതുവരെ കണ്ടെത്താനായിട്ടില്ല. DVR കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് പോരാ. ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയാൽ മാത്രമേ ഈ വിമാനത്തിന് എന്താണ് സംഭവിച്ചതെന്നതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ മനസ്സിലാക്കാൻ കഴിയൂ. അപ്പോൾ ഒരു ബ്ലാക്ക് ബോക്സിൻ്റെ ഒരു സാങ്കേതികത അനുസരിച്ച് ഈ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തി കഴിഞ്ഞാൽ ഈ വിമാനത്തിൻ്റെ ചിറകുകൾക്കടക്കം സംഭവിച്ച പൂർണ്ണമായ സാങ്കേതിക തകരാറുകൾ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമോ? ഇന്നലെ ഏകദേശം ഉച്ചയ്ക്ക് 1:35 സർദാർ വല്ലഭായി പട്ടേൽ വിമാനത്താവളം അഹമ്മദാബാദ് നിന്നും പറന്നുയർന്ന എയർ ഇന്ത്യ 171 അഹമ്മദാബാദ് ലണ്ടൻ ബോയിങ് 787-800 ഡ്രീം ലൈനർ എന്ന വിമാനം പറന്നുയർന്ന് ഏതാണ്ട് ഒരു 600 അടിയോളം ഉയർന്നിട്ട് പിന്നെ അതൊന്ന് ഉയർന്നു പോകാൻ കഴിയാത്ത രീതിയിൽ താഴേക്ക് പതിച്ച് ഒരു അഗ്നിഗോളമായി മാറുന്നതാണ് TV-യിൽ കൂടി ഞാൻ കണ്ടത്. വളരെ അഗാധമായ ദുഃഖത്തോടു കൂടിയാണ് ഇന്നലെയും ഇന്നും അതിൻ്റെ കാഴ്ച കണ്ടുകൊണ്ടിരുന്നത്. 24 മണിക്കൂർ കഴിഞ്ഞിട്ടും എന്താണ് അതിന് സംഭവിച്ചത്? ഈ ഡ്രീം ലൈനർ വിമാനം ഏതാണ്ട് 15 വർഷത്തോളം ആയി എയർ ഇന്ത്യക്ക് സ്വന്തമാക്കിയിട്ട് തുടക്കത്തിൽ ചില്ലറ അപാകതകൾ ഉണ്ടായെങ്കിലും ബോയിങ് കമ്പനി തന്നെ നേരിട്ടിടപെട്ട് അതിൻ്റെ അപാകതകളൊക്കെ പരിഹരിച്ച് വീണ്ടും എയർ ഇന്ത്യ അത് യാത്രയ്ക്കായി ഇടുകയാണ് ഉണ്ടായത്. ഇതുവരെ ലോകത്ത് ഈ വിമാനത്തിന് ഏതൊരു തരത്തിലുള്ള മേജറായ അപകടങ്ങൾ ഉണ്ടായിട്ടില്ല. ഇതാദ്യമായിട്ടാണ് ഈ ഡ്രീം ലൈനർ വിമാനം ഇന്ന് അഗ്നിക്കിരയായത്. ഇതിന് മുന്നേ ചെറിയ അപകടത്തിൽ ഇത് തിരിച്ചിറങ്ങി എങ്കിലും ഈ ഒരു വിമാനം പറന്നുയർന്നതിന് മുന്നേ ആയിട്ട് വളരെയധികം പരിശോധനകൾ കഴിഞ്ഞിട്ടാണ് അത് ടേക്ക് ഓഫ് പോയിന്റിലേക്ക് വരുന്നത്. ക്യാപ്റ്റനും എഞ്ചിനീയറും പരിശോധിച്ച് സർട്ടിഫൈ ചെയ്തതിന് ശേഷം മാത്രമാണ് വിമാനത്തിൽ പാസഞ്ചറെ കയറ്റുന്നതും. അങ്ങനെ കയറ്റി ഡോർ അടച്ച് വിമാനം ടേക്ക് ഓഫ് പോയിന്റിൽ വരുന്നതിന് ഇടയ്ക്ക് തന്നെ പലതരത്തിലുള്ള ചെക്കിങ്ങും ക്യാപ്റ്റനും കോ പൈലറ്റുമായിട്ട് നടത്താറുണ്ട്. കോ പൈലറ്റിൻ്റെ കയ്യിലുള്ള ചെക്ക് ലിസ്റ്റ് ഓരോന്നായി വായിച്ച് ക്യാപ്റ്റൻ അത് ഓക്കെ പറഞ്ഞ് ടേക്ക് ഓഫ് പോയിന്റിൽ വന്നതിന് ശേഷം ഈ വിമാനത്തിന് 2 എഞ്ചിനാണുള്ളത്. ഈ 2 എഞ്ചിനും ശക്തമായ രീതിയിൽ അതിൻ്റെ ത്രസ്റ്റ് കൊടുത്തതിന് ശേഷമാണ് ടവറിൽ നിന്നും ടേക്ക് ഓഫ് ക്ലിയറൻസ് കൊടുക്കുന്നതും വിമാനം പറന്നുയരുന്നതും. ഇന്നലത്തെ വീഡിയോയിൽ കണ്ടത് വിമാനം ഏതൊരു കുഴപ്പവും കൂടാതെ തന്നെ റൺവേയിൽ നിന്നും പറന്നുയരുന്നു, 600 അടിയോളം പൊക്കത്തിൽ എത്തുന്നു. പിന്നെ അതിന് പറക്കാനുള്ള ശക്തി കിട്ടുന്നില്ല. അതങ്ങനെ ഒരുതരം ഗ്ലൈഡ് ചെയ്ത് താണ് ഏതോ കെട്ടിടത്തിലോ മരത്തിലോ എവിടെ ഇടിക്കുന്നു. ഒരു പൂർണ്ണമായ ഗോളം, അഗ്നിഗോളമായിട്ടാണ് മാറുന്നത്. ശ്രീ GM നായർ, ഇതിലിപ്പോൾ അങ്ങ് സൂചിപ്പിച്ചത് എല്ലാത്തരം പരിശോധനകൾക്കും ശേഷം മാത്രമാണ് ഒരു വിമാനം ടേക്ക് ഓഫിന് തയ്യാറാകുന്നതെന്നാണ്. ഈ വിമാനത്തിന്റെ കാര്യത്തിൽ ഇത് ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദ് കണക്ട് ചെയ്തിട്ട് പിന്നീടാണ് ലണ്ടനിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ അഹമ്മദാബാദിലേക്കുള്ള യാത്രക്കിടെ തന്നെ കാര്യമായ തകരാറുകൾ ഇതിനിടെ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു. അതിൽ യാത്ര ചെയ്ത പലരും ഇതിൽ AC പ്രവർത്തിക്കാത്തതും വൈദ്യുത തകരാറുകളുമൊക്കെ സൂചിപ്പിച്ചതും അതൊരു ഫേസ്ബുക്ക് പോസ്റ്റായിട്ടതും ഒക്കെ നമ്മുടെ മുന്നിലുള്ള ചിത്രമാണ്. അപ്പോൾ അങ്ങനെ ചില തകരാറുകളൊക്കെ ഈ ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദ് വരെയുള്ള യാത്രക്കിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായും പരിഹരിക്കാൻ, അത് ചെക്ക് ചെയ്ത് പരിഹരിക്കാനുള്ള സമയം അഹമ്മദാബാദിൽ വെച്ച് കിട്ടിക്കാണുമോ? അഹമ്മദാബാദിൽ ഈ വിമാനം വെളുപ്പാങ്കാലത്ത് ലാൻഡ് ചെയ്തെന്നും 9:50 ഇത് തിരിച്ച് ലണ്ടനിലേക്ക് പോകേണ്ടതാണെന്നും
എന്നാൽ അത് 1:35 അത് ടേക്ക് ഓഫ് ചെയ്തതെന്നുമാണ് പറഞ്ഞറിയുന്നത്. ഈ ഡിലേക്കുള്ളിൽ ഇത് ചെക്ക് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെക്ക് ചെയ്ത് ക്യാപ്റ്റനും അത് തൃപ്തി വന്നതിന് ശേഷം അത് സർട്ടിഫൈ ചെയ്ത് ഫിറ്റ് ഫോർ ഓപ്പറേഷൻ, ഫിറ്റ് ഫോർ ടേക്ക് ഓഫ്, ഫിറ്റ് ഫോർ ട്രാവൽ എന്ന സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം മാത്രമേ വിമാനം ആരായാലും എടുക്കുകയുള്ളൂ. മനഃപൂർവ്വം ചെന്ന് മരിക്കാനായി ഒരു ക്യാപ്റ്റനോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരോ തയ്യാറാവൂല. റൈറ്റ്. അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള ചെക്കിങ്ങും നടത്തി എന്നുള്ളതാണ് നമ്മളുടെ ഒരു എയർ ട്രാഫിക് കൺട്രോളർ എന്നുള്ള നിലയിൽ എൻ്റെ വിശ്വാസം.